മോഹൻ മാഷിന്റെ ട്രെയിനിങ് സെൻസൈക്കും കിട്ടി. തീർച്ചയായിട്ടും കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടാവുക മാസ്റ്റർ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ രീതികൾ അതേക്കുറിച്ചൊന്ന് കാവേരി മോഹൻ മാഷിൻ്റെ പറയാം. ഗ്രേഡിങ് സംബന്ധിച്ചൊരു ഞാൻ ബ്ലാക്ക് ബെൽറ്റിന് മുമ്പേ തന്നെ ഇവിടെ ഗ്രേഡിങ്ങിന് എത്തിപ്പെടുമ്പോൾ തന്നെ ഗ്രേഡിങ് ടെസ്റ്റിൻ്റെ സമയത്ത് മൂപ്പരാണ് ടെസ്റ്റ് നടത്താറുള്ളത്. അങ്ങനെയുള്ള ബന്ധങ്ങളും അപ്പോൾ നമ്മളെ അടുത്തുള്ള പോരായ്മകളൊക്കെ സീനിയർ എന്നുള്ള നിലയ്ക്ക് നമ്മളെ മാത്രം വിളിച്ച് അതിൻ്റെ വീക്ക്നെസ്സായിട്ടുള്ള പാർട്ടികളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം സീനിയറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷനൊക്കെ ആയിരുന്നു. 84-ലാണ് ഞങ്ങൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തത് 4 പേര്. ആദ്യമായിട്ട് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം പോകുന്നത്. അന്ന് തിരുവനന്തപുരം ധന്യരമ്യ തിയേറ്ററിൻ്റെ ബാക്കിലായിട്ടായിരുന്നു ഡോജോ ഉണ്ടായിരുന്നത്. അവിടെ വെച്ചായിരുന്നു പിന്നെ ഹെഡ് ഓഫീസും അവിടെ തന്നെയായിരുന്നു. അവിടെ ആണ് ആദ്യമായിട്ട് പിന്നെ കാവേരി മോഹൻ മാഷ ഡോജോയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് നടക്കുന്നത് 2084 4 വരെ. ടെസ്റ്റിൻ്റെ ആ ടെസ്റ്റ് ലാസ്റ്റ് വരെ ട്രെയിനിങ് തുടങ്ങി ടെസ്റ്റ് കഴിയുന്നവരെ എല്ലാറ്റിനും മോഹൻ ഇതേമാതിരി ഹാർഡായിട്ടുള്ള എക്സസൈസ്, പിന്നെ ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ റണ്ണിങ് ചങ്കുമുഖം എയർപോർട്ട് കറങ്ങി സിറ്റിയിനുള്ളിൽ കൂടെ ഇതേ സ്ഥലത്ത് തന്നെ എത്തിപ്പെടുന്നത് ഡോജോയിൽ എത്തിപ്പെടുന്നത്. ഡോജോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പാർട്ട് മുഴുവൻ കവർ ചെയ്ത് എന്നിട്ട് ഏതാണ്ട് ഒരു 25ഓളം കിലോമീറ്റർ കവർ ചെയ്ത് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ 9 മണിയോ മറ്റോ ആയിട്ടുണ്ട് തിരിച്ചെത്തുന്ന സമയത്ത്. അതിനിടയ്ക്ക് ഡെക്കോക്ക് ഫ്രഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനോടൊക്കെ റണ്ണിങ്ങിൽ തന്നെ ചെയ്യുന്ന കുറേ ഭാഗങ്ങൾ വേറെ. അത് കഴിഞ്ഞ് ക്ലാസ്സിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ എക്സസൈസ് ചെയ്തിരുന്നു. ഏതാണ്ട് ഒരു 2 മണിക്കൂർ നിൽക്കുന്ന എക്സസൈസ് മാത്രം. പിന്നെ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഞ്ചാണെങ്കിൽ 1 മണിക്കൂർ ഒരു ടൈമാണ്. 1 മണിക്കൂർ പഞ്ചിൻ്റെ കാര്യങ്ങൾ മാത്രം വിട്ട് പിന്നെ 1 മണിക്കൂർ അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ഉണ്ടാവും. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഓരോരോ ഇൻസ്ട്രക്ടർ മാറി മാറി വരിക. മോഹൻ മാഷ് ഒന്ന് മാനേജ് മാത്രം ഒക്കെ ഓരോരോ ഇൻസ്ട്രക്ടർ മാറി മാറി വന്നിട്ടാണ് നമുക്ക് ട്രെയിനിങ് തരും. പിന്നെ കട്ട അന്ന് പഠിപ്പിച്ചിട്ടില്ല. അതിൽ വന്നതാണ് ഈ മുഷിയാമ കട്ട. പിന്നെ സ്വന്തമായിട്ട് കാജുക്കോടന് മാത്രമായിട്ടുള്ളൊരു കത്താസിൻ്റെ സെക്ഷനായിരുന്നു മുഷിയാമ ഷോഡാൻ, നീഡാൻ, സാന്താൻ, മുഷിയാമ നീഡാൻ, മുഷിയാമ സാന്താൻ, മുഷിയാമ യോന്താൻ, മുഷിയാമ അല്ല സിലബസിൽ കരാട്ടൻ്റെ അന്ന് സിലബസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നല്ലേ ഉള്ളൂ. കരാട്ടൻ എന്ന് വെച്ചാൽ കത്താസ് ഇപ്പം ഹിയാങ് കത്ത അപ്പം ഷോട്ടോഖാൻ്റെ ആണല്ലോ. ആ കട്ടിൻ്റെ ഒരു പാർട്ട് ഇങ്ങനെ പോകുന്നു. ഹിയാങ് ഷോഡാൻ, നീഡാൻ, ശാന്താൻ, യോന്താൻ, കോടാൻ അങ്ങനെ പോകുന്നു ഒരു ഭാഗവും. അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വിജേഷ് പറഞ്ഞ പോലെ മുഷിയാമ കത്ത. മുഷിയാമ കാജുക്കാടോ എന്ന് പറയുന്ന ശൈലി അതൊരു ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. കാജുക്കാടോ എന്ന് പറയുന്നത് മറ്റ് കരാത്തെ ശൈലികളിലെ സിലബസിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മുഷിയാമ സീരീസിലുള്ള ഒരു 5 കത്താസ്, ബ്ലാക്ക് ബെൽറ്റിന് വേണ്ടിയിട്ട് തെഗിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്ത, പ്ലസ് ഷോട്ടോഖാൻ്റെ മറ്റ് കത്താസ് കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അങ്ങനെ ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു. സിലബസ് ആണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു. ഇത് ഈ കാജുക്കാട ശൈലിയെക്കുറിച്ചിട്ടൊന്ന് വ്യക്തമാക്കാം അന്ന്. കാരണം അതിൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ അതിൻ്റെ കോഴിക്കോട് ജില്ലയിലെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. രൺഷി കാവേരി മോഹൻ്റെ ഡയറക്ടർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതേക്കുറിച്ച് കുറച്ചുകൂടി പറയാനുണ്ട് ആ ഒരു സിലബസിനെ പറ്റിയിട്ട്. ഇപ്പം കരാത്തെ എന്ന് പറഞ്ഞാൽ കിക്ക്, ബ്ലോക്ക്, പഞ്ച് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഓരോ കോമ്പിനേഷൻസ്, സിംഗിൾസ്, പിന്നെ കുമിത്തെ ഫൈറ്റിംഗ് ടെക്നിക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു സിലബസ്. കട്ട ഓരോരു ഗ്രേഡിന് ഓരോ കട്ട 2 കട്ട. അപ്പം ഒരു ഇയാങ് ഷോഡാനും ഒരു മുഷിയാമ 2 കട്ട മുഷിയാമ. ഒരു ഗ്രേഡ് വളരെ അടിയിൽ തന്നെ. ഇപ്പം വൈറ്റ് ബെൽറ്റ് ആണെങ്കിൽ തൈക്കൊക്കെ ഷോഡാൻ, തൈക്കൊക്കെ ശാന്താൻ, നീടാൻ, ശാന്താൻ ഈ കട്ട. പിന്നെ യെല്ലോ ബെൽറ്റിലേക്ക് കിടക്കുന്ന സമയത്ത് ഹിയാങ് ഷോഡാൻ, മുഷിയാമ ഷോഡാൻ. അങ്ങനെ ഗ്രേഡ് കയറി ബ്രൗൺ ബെൽറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രൗൺ ബെൽറ്റ് വരെ തെക്കി ശാന്താൻ വരെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ബ്ലാക്ക് ബെൽറ്റിലേക്കുള്ള ട്രെയിനിങ്ങാണ് അത്. തെഗിരി വരുന്നത്. ആരാണ് കാവേരി മോഹൻ? ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഗുരുവായിട്ട് വന്നിട്ടുണ്ടാവും, സെൻസായി അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഒരു കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെക്കുറിച്ച്, ശരീരഘടനയെക്കുറിച്ച് വ്യക്തിപരമായിട്ടാണ് പിന്നെ ചോദ്യം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. കോഴിക്കോട് എത്തുന്ന സമയം മുതൽ പിന്നെ കരാട്ടെ ഞങ്ങൾ വസൂരികളെ ഗ്രേഡിംഗ് ടെസ്റ്റിനാണ് അദ്ദേഹം കോഴിക്കോട് എത്തുന്നത്. അവിടെ മുതൽ റെയിൽവേ സ്റ്റേഷൻ മുതൽ പിന്നീടുള്ള തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ളതുകൊണ്ട് മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് അടുപ്പമുണ്ട്.
അപ്പം എത്തിക്കഴിഞ്ഞാണ് സ്ഥിരമായിട്ടൊക്കെ ഈ ഹോട്ടൽ ഐസൺ പിന്നെ വൃന്ദാവൻ ഇങ്ങനെയുള്ള ഹോട്ടലുകളാണ്. കാരൻ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടാൽ തന്നെ അറിയാം. ഏകദേശം ഒരു 6 അടിയിൽ അപ്പുറം ഉയരം, ഒരു 7 അടിയോളം ഉയരം, അതിനനുസരിച്ചുള്ള വണ്ണം. പിന്നെ ഒരു കട്ടയൊന്നും ചെയ്യുന്നൊന്നും ഞാൻ ഡയറക്റ്റ് കണ്ടില്ല. പക്ഷെ ഒരു കാലെടുത്ത് ഒരു സ്ഥലത്ത് ഇട്ടാൽ അവിടെ ഒന്ന് അറിയും. അതൊരു സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് പറയാനുള്ളത് അതിൽ. കാരണം ടെസ്റ്റിൻ്റെ സമയം എന്ന് പറയുന്നത് ചെറിയ കുട്ടി വലിയ കുട്ടി അങ്ങനത്തെ ഒരു ഇതുമില്ല. കുറച്ച് ചെറിയ കുട്ടികളോ അല്ല നമ്മളുണ്ടാവും മുന്നിൽ. അദ്ദേഹം അച്ഛനും മുന്നിലുണ്ടാവും, ബാക്കിൽ ആളും ഉണ്ടാവും. അപ്പോൾ അച്ഛനും ഇങ്ങനെയാണ്, നല്ല ഹൈറ്റ് ഡിഫറൻസും ഉണ്ട്. ഇവർ വരുന്നത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ടോട്ടലി ടയേർഡാണെങ്കിലും ഓടിപ്പോവും. കാരണം ആളെ കാണുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലൊരു ഭീകര അന്തരീക്ഷ, അയ്യോ ആളെന്തോ വലിയൊരു സംഭവം തന്നെയായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞ് ടെസ്റ്റിന് നിന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്നറിയില്ല ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. ഞാൻ അത് തേടിയാണ് ഇപ്പോഴും നടക്കുന്നത്. കാവേരി മോഹൻ മാഷ് അല്ലെങ്കിൽ കേരളത്തിലെ കരാത്തെ തുടങ്ങിയതിൻ്റെ ചരിത്രമാണ് മഡി റൂട്ട്സ് എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. കേരളത്തിലേക്ക് ആരാണ് കരാത്തെ കൊണ്ടുവന്നത്? ഇവിടെ ആയോധന കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളരിയും പെട്ടുപോകുന്നതായതുകൊണ്ട് കരാത്തെ എന്നുള്ളൊരു സെക്ഷനിൽ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ യാത്ര തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തെക്കുറിച്ചിട്ട്, റൻഷിയെക്കുറിച്ച്, കാവേരി മോഹനെ കുറിച്ച് അറിയാനറിയാം. നിങ്ങളുടെ അറിവിൽ അദ്ദേഹം ഏത് വർഷമായിരിക്കും തുടങ്ങിയെന്ന് എന്തെങ്കിലും കേൾവിയാണ്? ആര് തുടങ്ങിയത്? റൻഷി, കാവേരി മോഹൻ മാഷ്. അതിന് ഇത് മാഷിലൂടെയാണ് നമ്മൾ അറിയുന്നത്. അത് പറഞ്ഞല്ലോ 1979 പിന്നെ ഒരിക്കലും ബ്ലാക്ക് ടെസ്റ്റ് കഴിഞ്ഞ് വരുന്നതിന് ശേഷമാണ് കാവേരി മോഹൻ പറ്റി കണ്ട് നമ്മൾ അറിയുന്നതും ആ ശൈലി. അദ്ദേഹത്തെ റൻഷി എന്ന് തന്നെയാണോ വിളിച്ചിരുന്നത്? അതെ, അന്ന് റൺഷി കാവേരി മോഹൻ തന്നെയായിരുന്നു. ഫിഫ്ത്ത് ഡാൻ വേണം, ഫിഫ്ത്ത് ഡാൻ മിനിമം വേണം. ഫിഫ്ത്ത് ഡാനിൽ 79 എത്തിയ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതിക്ക് എത്രയോ വർഷം മുമ്പ് ഉണ്ടാവണം, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവാം. പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടോ അതിനെ പറ്റി ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. നമുക്ക് നമ്മളൊക്കെ കിട്ടുന്നത് 70. ആ സമയത്തും ഇവിടെ പറയുന്ന റൺഷി കാവേരി മോഹൻ. അതാണ് ചോദിച്ചത്. ആ റൺഷി എന്നുള്ള റാങ്ക് അന്നേ ഉണ്ട് ആൾക്ക്. കാരണം റൺഷി എന്നുള്ള റാങ്ക് ഈ റീസെന്റ് ആയിട്ടൊക്കെയാണ് പലരും ഉപയോഗിച്ചിട്ടും ഉപയോഗിച്ച് വരുന്നത് നമ്മുടെ നാട്ടിൽ. പക്ഷേ 79 കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു ബ്ലാക്കിന് ടെസ്റ്റ് നടത്താൻ വേണ്ടി വരുന്ന സമയത്തും അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് റൺഷി. അതെ അതെ, തീർച്ചയായിട്ടും അതൊക്കെ ഒത്തിരി പുറകിലായിരിക്കണം. അറിയില്ല. നമുക്ക് 79 ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കോഴിക്കോടിനെ കാജുക്കാട് എന്ന് പറഞ്ഞൊക്കെയാണ് അറിയുന്നതിലും അത് പിന്നെ വ്യാപനം കോഴിക്കോട് സിറ്റിയിൽ നിന്നല്ല കേരളത്തിൽ പിന്നെ ഇത് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രധാന പങ്കാണ് ഗുരുക്കൾ പഠിച്ച. അതുപോലെ നമ്മളെല്ലാവരും തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിൽ കരാത്തെ സ്പോർട്സിൻ്റെ ലൈനിൽ പോകുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിറ്റോറിയോൻ്റെ വളർച്ച, അതുപോലെ തന്നെ ഷൊറിൻഡ്രിയോ വന്നു, ഷോട്ടോക്കാൻ ബോണി റോബർട്ട്സൺ സൈഡ് വന്നു, മോസൻ സൈഡ് ആലൻഡിൽ ഷിറ്റോറിയോ വന്നു, അതോടൊപ്പം തന്നെ ഷൊറിൻഡ്രിയോ നമുക്ക് സംസാരിച്ചു. ഇത് മൂന്നും വന്നതിൻ്റെ ഒപ്പം തന്നെ ഇവരെല്ലാവരും സ്പോർട്സിൻ്റെ ഒരു വേരിയേഷനിലേക്ക് കരാത്തെ മാറാൻ തുടങ്ങി. പക്ഷെ ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ഈ റൺഷി കാവേരി മോഹൻ സെൻസെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനെയോ ഒരു മുഖ്യധാര കരാട്ടയിലേക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായില്ല. അതേക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ? എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വഴി മാറി മറ്റൊരു വഴിയിലൂടെ പോകാനുണ്ടായ ഒരു സാഹചര്യം?